ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റുഡൻസിനും വളരെ ഈസി ആയിട്ട് ലോൺ ലഭിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ആ സ്റ്റുഡൻസിനും ഒരുപോലെ ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് സാധാരണക്കാർക്കും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്യൂട്ട് പേഴ്സണൽ ലോൺ ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്, ക്യൂട്ട് പേഴ്സണൽ ലോൺ ആപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ NBFC വഴിയാണ് നമുക്ക് ലോണുകൾ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ NBFC വഴി RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ EMI ഒന്നും ഒരിക്കലും മുടക്കാൻ പാടില്ല. ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസവും അടയ്ക്കേണ്ട EMI നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ കുറയും. അതേപോലെ തന്നെ സിബിൽ സ്കോർ കുറവുള്ളവരാണെങ്കിൽ പിന്നെ ഒരു ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ലോൺ ലഭിക്കുവാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 18 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ ഉള്ള ഒരാളായിരിക്കണം. അതേപോലെ തന്നെ അടുത്ത ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് സാലറിഡോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡോ ആയിട്ടുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ സ്റ്റുഡൻസ്. അപ്പോൾ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഇവർ നോക്കുന്നത് ഇന്ത്യയിലുള്ള ഒരാളായിരിക്കണം. ഇന്ത്യയിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുൻഗണന. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിലുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരു ലോൺ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ 1,50,000 രൂപ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 13% മിനിമം 13%. ചിലപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് ഈ 13% അതല്ലെങ്കിൽ അതിൽ കൂടുതലാ വരാം എന്നാണ് ഈ ലോൺ ആപ്ലിക്കേഷനിൽ പറയുന്നത്. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 2%. 2% എന്ന് പറയുമ്പോൾ 1,00,000ൻ്റെ 2% 1,00,000ൻ്റെ 2% എന്ന് പറയുമ്പോൾ ഏകദേശം 3,000 രൂപയോളം നമുക്ക് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ GST എന്ന് പറയുന്നത് 3,540 രൂപയാണ്. പിന്നെ നമുക്ക് ലോൺ EMI എന്ന് പറയുന്നത് 13,398 രൂപയാണ് നമ്മൾ ഈ 12 മാസവും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 10,771 രൂപയാണ് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ലോൺ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവരിതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കസ്റ്റമർ കെയർ നമ്പർ അടക്കം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ സ്റ്റുഡൻസൊക്കെ ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും. ഞാൻ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ വേറെ എവിടുന്നും പൈസ തിരിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.